ഞാൻ ഡോക്ടർ ജീൻ CP, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, ശങ്കേഴ്സ് ഹോസ്പിറ്റൽ, കൊല്ലം. ഡയബറ്റിസ് രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള എന്നാൽ വളരെ കോമൺ അല്ലാത്ത ഒരു ക്ലിനിക്കാണ് ഡയബറ്റിക് ഫുഡ് ക്ലിനിക്. ഡയബറ്റിസ് ഉള്ളപ്പം ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ പേഷ്യൻസിന് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, അതായത് കാലുമ്മലിലേക്കുള്ള രക്തക്കുഴലുകളുടെ ചുരുക്കം, അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി, അതായത് കാലുമ്മലത്തെ അല്ലെങ്കിൽ കൈഭാഗത്തെ ഞരമ്പുകൾക്ക് ഉള്ള ബുദ്ധിമുട്ട് കാരണമുള്ള സെൻസേഷൻ കുറയുക, രക്തക്കുറവ് കൊണ്ടുള്ള സ്ട്രെങ്ത്ത് കുറയുക, സ്കിന്ന് കളറ് മാറി വരിക, പെട്ടെന്ന് പൊട്ടുക, പക്ഷേ വൂണ്ട് ഹീലിങ് സമയമെടുക്കുക. ഇതൊക്കെയാണ് മെയിൻലി ഡയബറ്റിക് ഫുഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ റെഗുലർ ടൈമിൽ കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒരു ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കിൽ പോയി ആവശ്യമുള്ള പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടോയെന്നും പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഉണ്ടോയെന്നും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കുറവുകളോ പ്രോഗ്രഷനോ ഉണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലീനായി അത് കുറച്ചും കൂടിയും നന്നായി ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലങ്ങൾക്ക് നമ്മൾ ഒരു വേദന വന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ ചെല്ലും. പക്ഷെ പലപ്പോഴും കാലുമ്മലത്തെ വേദന, കുറച്ച് നാൾ കാലുമ്മൽ നീര് വരുന്നു, കാല് ഭയങ്കര വേദന, സഹിക്കാൻ പറ്റാത്ത വേദന, ഒരു ദിവസം 2 ദിവസം. അപ്പോൾ നമുക്ക് പലപ്പോഴും ഹാർട്ടിൻ്റെ വേദന അല്ലെങ്കിൽ നെഞ്ചത്ത് വേദന വരുമ്പോൾ നമ്മൾ പോകുന്ന എമർജൻസിയോടുകൂടി നമ്മൾ ഒരിക്കലും കാലുകളുടെ ബുദ്ധിമുട്ടിനെ പറ്റി അധികം നമ്മൾ ചിന്തിക്കാറില്ല. അത് പലപ്പോഴും രോഗികൾ എൻ്റെ അടുത്ത് വരുന്നത് ഒരു 2-3 ദിവസം വൈകിട്ടാണ്. അപ്പം പലപ്പോഴും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം അടുത്ത് തന്നെ ഒരു 1-2 പേഷ്യൻസ് നമുക്ക് എക്യൂട്ട് ഫിമറൽ ആർട്ടറി ഒക്ലൂഷനായിട്ട്, അതായത് രക്തക്കുഴലുകൾ കംപ്ലീറ്റ് അടഞ്ഞിട്ട് റൈറ്റ് സൈഡിലത്തെ അടഞ്ഞിട്ട് ഗാംഗ്രീനായിട്ടാണ് 5 ദിവസം 6ാമത്തെ ദിവസം എൻ്റെ OPയിൽ വരുന്നത്. ആ സമയത്ത് നമുക്ക് ഓൾറെഡി ഗാംഗ്രീൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിനെ സഹായിക്കുന്ന കാര്യങ്ങളിൽ വളരെ അധികം പരിമിതികളുണ്ട്. ഓൾറെഡി ഗാംഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ടിഷ്യൂ ആയി. നമ്മളിനി രക്തം തുറന്നു കൊടുത്താലും അവിടെയൊന്നും എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്നോ, കാല് മീൻസ് ഡെഡായ ടിഷ്യൂ ആംപ്യൂട്ടേറ്റ് ചെയ്ത് കളയേണ്ട അവസ്ഥയാവും. അപ്പം നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെ കാലുമുലത്തെ വേദനയും കാലിൻ്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അത് നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ അത് റെഗുലറായിട്ട് തന്നെ നോക്കേണ്ടതാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് മീൻസ് 2 തരം അസുഖങ്ങളാണല്ലോ, പെരിഫറൽ ആർട്ടറി ഡിസീസും പെരിഫറൽ ന്യൂറോപ്പതിയും, രക്തക്കുഴലുകളുടെ ചുരുക്കവും മറ്റേത് ഞരമ്പുകളുടെ വീക്കവും. അപ്പം ഇത് രണ്ടും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സെൻസേഷൻ ടെസ്റ്റും പിന്നെ ഈ ABPI എന്ന നമ്മൾ നോക്കുന്ന ടെസ്റ്റും, ആംഗിൾ ബ്രാക്കിൽ പ്രഷർ ഇൻഡെക്സ്. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഉണ്ടോ ഇല്ലയോ, അത് സിഗ്നിഫിക്കൻ്റ് ആണോ, ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള രീതിയിലാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ളത് ഡോപ്ലർ സ്റ്റഡി, അതായത് ഡോപ്ലർ ആർട്ടീരിയൽ സ്റ്റഡി, അതായത് രക്തക്കുഴലുകൾ എത്ര സ്പീഡിൽ പോകുന്നു, അവിടെ ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ത്രോംബസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഡോപ്ലർ സ്റ്റഡി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിൻ്റെ ഈ കൊറോണറി ആൻജിയോഗ്രാം പോലെ തന്നെ പെരിഫറൽ ആൻജിയോഗ്രാമാണ് ഇറ്റ്സ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ്. നമുക്ക് വ്യക്തമായി എവിടെയാണ് ബ്ലോക്കെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് പെരിഫറൽ ആൻജിയോഗ്രാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
ഈ കൊറോണറി പെരിഫറൽ ആൻജിയോഗ്രാമും പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റിയും നമുക്ക് ബ്ലോക്ക് മാറ്റാവുന്നതാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മാറ്റുന്നതിനെയാണ് പറയുന്നത്. നമുക്ക് അപ്പം അതായത് ബലൂൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വളരെ അകലെയുള്ള, അതായത് കാൽമുട്ട് കഴിഞ്ഞ് വളരെ നേർത്ത ചെറിയ രക്തക്കുഴലുകളാണെങ്കിൽ നമുക്ക് പലപ്പോഴും സ്റ്റെൻ്റ് ഇടാനോ അല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റാൻ ഒരു ബലൂൺ വെച്ച് വികസിപ്പിച്ച് ബ്ലോക്ക് മാറ്റാൻ മാത്രമേ പലപ്പോഴും പറ്റാറുള്ളൂ. കുറച്ച് വലിയ രക്തക്കുഴലുകളാണെങ്കിൽ നമുക്ക് കാലുമേയും സ്റ്റെൻ്റ് ഇട്ട് ബ്ലോക്ക് മാറ്റാനുള്ള നമുക്കിപ്പോൾ സൗകര്യങ്ങളുണ്ട്. അതിപ്പം ബൈപ്പാസ് കാർഡിയക് സർജനാണെങ്കിലും ചിലപ്പോൾ മീൻസ് പെരിഫറൽ ആൻജിയോഗ്രാം കഴിഞ്ഞ് ചില കണ്ടീഷൻസ് അത് സർജറി ചെയ്ത് ശരിയാക്കേണ്ട അവസ്ഥ വന്നേക്കാം. അപ്പം അതും നമ്മുടെ ഇവിടെ ശങ്കേഴ്സിൽ അവൈലബിളാണ്. ഡയബറ്റിക് ഫുട്ട് മെയിൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ പല ചെറിയ മുറിവുകളും ന്യൂറോപ്പതി കാരണം നമുക്കത് വേദന മനസ്സിലാവാത്തതുകൊണ്ട് ഇഞ്ചുറി കുറച്ച് ഡീപ്പാവും. 1-2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഈ അവിടെ ഒരു വൂണ്ടുണ്ടെന്നും മുറിവുണ്ടെന്നും അത് ഇൻഫെക്റ്റഡ് ആയി കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കിടക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കാൽപാദങ്ങൾ കഴുകുകയും കാലിൽ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ അതിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിവിധിയും ചെയ്തിട്ടേ നമ്മൾ ഒരു രാത്രി കിടന്നുറങ്ങാൻ പാടുള്ളൂ. പിന്നെ ഡയബറ്റിക് ഫുഡിലത്തെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ തടയാൻ പറ്റുന്നത് ഷുഗറും കാര്യങ്ങളും നല്ലപോലെ കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ്. പിന്നെ നിക്കോട്ടിൻ്റെ അളവ്, നിക്കോട്ടിൻ ഉപയോഗിച്ചുള്ള പദാർത്ഥങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാണ്ടിരിക്കുക. അതായത് പുകവലി ഒന്നും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ്. ശങ്കേഴ്സിലുള്ള ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ ഡയബറ്റിക് പേഷ്യൻസും ഒരു കൊല്ലത്തിൽ ഒരു വട്ടമെങ്കിലും ഒരു ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കിൽ പോയി ഒരു മിനിമം ഇൻവെസ്റ്റിഗേഷൻസ്, മിനിമം ടെസ്റ്റുകൾ, മിനിമം എക്സാമിനേഷൻ ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അവർക്ക് ന്യൂനതകളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധികൾ എത്രയും വേഗം തുടങ്ങുന്നതാണ് കാല് സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കിൽ ജനറൽ സർജനുണ്ട്, ഫിസിഷ്യനുണ്ട്, ന്യൂറോളജിസ്റ്റ് ഉണ്ട്, കാർഡിയക് സർജനുണ്ട്, പിന്നെ കാർഡിയോളജിസ്റ്റും. ഞാനും ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് പല, അതായത് നമ്മുടെ ഫുഡ് ക്ലിനിക്കിൽ വന്നാൽ ന്യൂറോപ്പതി മുതൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് വരെ എല്ലാ, അതായത് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റുന്നത് പോലെ തന്നെ കാലിലെ ബ്ലോക്കും മാറ്റാൻ നമുക്ക് ശങ്കേഴ്സിൽ ലഭ്യമാണ്.